आज की हिंदी कक्षा में सभी को स्वागत है। इन्नത്തെ हिंदी ക്ലാസ്സിലെ ഏവർക്കും സ്വാഗതം. भगवती चरण वर्मा द्वारा लिखा एकांगी सबसे बड़ा आदमी. ഭഗവതി ചരൺ വർമ്മ എഴുതിയ ഏകാംഗ നാടകം सबसे बड़ा आदमी, ഏറ്റവും വലിയ व्यक्ति, मनुष्य. हमने इस एकांगी में रेस्टोरेंट में चाय पीने वाले ग्राहक अपने अपने मतों आदर्शों के समर्थक हैं. सभी एक दूसरे के नायकों की निंदा करते हैं और अपने की प्रशंसा करते हैं. सब अपने पर प्रशंसक और दूसरे पर विमर्शक हैं. റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വന്നവരെല്ലാം സ്വന്തം അഭിപ്രായങ്ങളും ആദർശങ്ങളും മുറുകെ പിടിക്കുന്നവരാണ്. ഓരോരുത്തരും എതിരാളികളുടെ ഹീറോയെ നിന്ദിച്ചും സ്വന്തം ഹീറോയെ പ്രശംസിച്ചും സംസാരിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. हम एक बार और कथापात्रों की परिचय करेंगे. गजाती दुकानदार है, चिरौंजी गजाती का नौकर, रांदे शंकर विश्वविद्यालय के विद्यार्थी, शर्मा जी कांग्रेस कार्यकर्ता, मिस्टर वर्मा एक वकील, कॉमरेड अहमद एक कम्युनिस्ट, रामेश्वर प्रसाद एक अनजान व्यक्ति. चलते हैं अगले भाग की ओर. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗ് കൂടിയാണ് അവസാനിപ്പിച്ചത്. അഹമ്മദ് ഒരു ലെനിൻ സമർത്ഥകനാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ലെനിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. വ്ളാഡിമിർ ലെനിൻ 20ാം സെഞ്ചുറിയിലെ രാഷ്ട്രീയ നായകനാണ്. റഷ്യൻ വിപ്ലവകാരിയാണ് ലെനിൻ. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ മറ്റൊരു കഥാപാത്രമായ അഹമ്മദ്. वो तो लेनिन का समर्थक है. पिछले कक्षा में हमने पढ़ा अहमद का डायलॉग पढ़ा था. अहमद ने बोला था कि शर्मा जी से कहा कि लेनिन जो है नरक को बर्बाद दिया है बहुत पहले, ഒരുപാട് മുന്നേ തന്നെ നരകത്തെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അഹമ്മദ് പറയുന്നു. उसके बाद वो सुनकर राधे कहता है कि दूसरा हत्यारा, രണ്ടാമത്തെ കൊലപാതകി അഹമ്മദ്. അതായത് ലെനിനെ ഇവിടെ അഹമ്മദ് ടോപ്പാക്കി പറഞ്ഞത് രാധയ്ക്ക് പിടിച്ചില്ല. അതുകൊണ്ടാണ് രാധ ഇവിടെ രണ്ടാമത്തെ കൊലപാതകി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തത്. रांदे इसलिए जवाब दिया है कि लेनिन का अहमद सपोर्ट करते हैं, रांदे नहीं. इसलिए रांदे दूसरा हत्यारा कहकर उसे जवाब दिया. तब अहमद कहता है क्या 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 कहा? हत्यारा? हाँ, अगर हत्यारा कहते हो तो मुझे कोई एतराज़ नहीं. എന്താണ് രാധയോട് അഹമ്മദ് ചോദിക്കുകയാണ്, കൊലപാതകയോ? ആ, കൊലപാതകി എന്ന് വിളിച്ചാൽ അഗർ ഹത്യാര കഹത്തെ ഹോ തോ മുझे कोई എത്രാസ് नहीं, എനിക്കൊരു ഒബ്ജക്ഷനും ഒരു ദോഷമോ അല്ലെങ്കിൽ ഒബ്ജക്ഷനും എനിക്കില്ല, എനിക്കൊരു കുഴപ്പവുമില്ല എന്നാണ് അഹമ്മദ് പറയുന്നത്. अहमद कहता है कि मुझे कोई एतराज़ नहीं है, आपने हत्यारा कहा, लेकिन ये तय है कि लेनिन सा बड़ा आदमी ना कभी पैदा हुआ है और ना कभी पैदा होगा. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലെനിനേക്കാളും വലിയ വ്യക്തി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ പോകുന്നുമില്ല. पैदा नहीं हुआ है और पैदा कभी नहीं होगा. मेज़ पर हाथ पटकता है. എന്നിട്ട് ടേബിളിൻ്റെ ഉള്ളിൽ അടിക്കുന്നു. मेज़ के ऊपर मारता है. रामेश्वर प्रसाद, आप ठीक कहते हैं. लेनिन में बिखरी हुई शक्तियों का प्रबल संग्रह, उनका व्यक्तिकरण, उनकी उग्रता, ये सब मिलेंगे. लेनिन नीति के क्रम और विकास में उसका प्रमुख हाथ है.
रामेश्वर प्रसाद जो है अनजान व्यक्ति है, वो बीच में आकर कहते हैं कि आपने ठीक कहा, यानी अहमद ने जो भी कहा वो ठीक है, क्योंकि लेनिन में बिखरी हुई शक्तियों का प्रबल संग्रह, उनका വ്യക്തികരണം, उनकी उग्रता, ये सब मिलेंगे അദ്ദേഹത്തിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. लेनिन नियति के क्रम में और विकास में उसका प्रमुख हाथ है. വിധിയുടെ ക്രമത്തിലും അതുപോലെ തന്നെ വികസനത്തിലും അദ്ദേഹത്തിൻ്റെ കൈകളുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാമേശ്വർ പ്രസാദ് ലെനിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ശർമാജി, घोर पतन है भारत माता का, देश के कबूतों तुम अपने देवता अपने इष्ट देव महात्मा गांधी को नहीं पहचान रहे हो, धिक्कार है. നമുക്കറിയാം ശർമാജി गांधी जी के समर्थक हैं. वो कहते हैं ये तो घोर पतन है, भारत മാതയുടെ പതനമാണിത്. देश के कबूतों तुम अपने देवता अपने इष्ट देव महात्मा गांधी को नहीं पहचान. കബൂത്തോ എന്ന് വിളിക്കുകയാണ്. कबूता का मतलब है भूरा व्यक्ति. ദേവതയ്ക്ക് സമാനമായ ഇഷ്ടദേവനായ മഹാത്മാഗാന്ധി നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അത് ധിക്കാരമാണ് എന്നാണ് പറയുന്നത്. ആ മഹാത്മാഗാന്ധിക്കോ പഹചാൻ നഹി രഹേ ഹേ, ദേവത സമാൻ ഹേ महात्मा गांधी, आप लोग कबूत हैं. रामेश्वर प्रसाद, महात्मा गांधी देवता थे, इसमें कोई भी शक नहीं. उनकी गणना अवतारों में की जा सकती है. ശരിയാണ്, മഹാത്മാഗാന്ധി ഒരു ദേവന് സമാനമായിരുന്നു, അതിലൊരു സംശയവുമില്ല. कोई भी शक नहीं, शक എന്ന് പറഞ്ഞാൽ സംശയം. उनकी गणना अवतारों में की जा सकती है. അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്, അവതാരങ്ങളിലെ ഒരാളാണ് മഹാത്മാഗാന്ധി. വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമേശ്വർ പ്രസാദ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. रामेश्वर प्रसाद गांधी जी की समर्थन करते हैं. तब शंकर कहता है लेकिन ये दोनों नेपोलियन की बराबरी नहीं कर सकते. तब शंकर कहते हैं, शंकर तो नेपोलियन का समर्थक है, इसलिए वो उन्होंने कहता है कि ഈ രണ്ട് പേരെയും നെപ്പോളിയന് സമാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. तब रामेश्वर प्रसाद कहता है नेपोलियन हीरो था, हीरो, उसका नाम विश्व के इतिहास में अमर है. आहा हाँ, वो तूफान की भांति आया और पतझड़ की भांति चला गया. ശങ്കറിൻ്റെ ഈ ഒരു വാക്ക് കേട്ട് രാമേശ്വർ പ്രസാദ് മറുപടി കൊടുക്കുകയാണ്. നെപ്പോളിയൻ ഹീറോ ആയിരുന്നു, ഹീറോ. അദ്ദേഹം ലോകചരിത്രത്തിൽ അമർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല. തൂഫാൻ കി ബാന്തിയായ, കൊടുങ്കാറ്റ് പോലെ വരികയും അതുപോലെ പതझड़ की बांधी चला गया. പതझड़ का मतलब ശിശിരകാലം പോലെ അദ്ദേഹം പോയി. ഇല കൊഴിയുന്ന ഒരു അവസ്ഥയാണ് ശിശിരകാലം, അതാണ് പതझड़. पतझड़ की बांधी वो चला गया, मौसम की नाम है पतझड़. रामेश्वर प्रसाद शंकर की बात पर जवाब देता है कि वो नेपोलियन जो है वो अमर है, जो कभी नहीं मरता उसे अमर कहते हैं. वो तूफ़ान की तरह आया और पतझड़ के समान चला गया. तब राधे कहते हैं क्या नेपोलियन शिल्ली से भी बड़ा था? तब राधे ये सुनकर कहता है कि नेपोलियन ഷെല്ലിയേക്കാളും വലുതായിരുന്നോ? तब रामेश्वर प्रसाद कहते हैं ഷെല്ലി ഫരിഷ്ത था,
फरिश्ता। ആഹാ ഷെല്ലി अपने दुनिया को एक नया संदेश दिया. ഷെല്ലി എന്ന് പറഞ്ഞ വ്യക്തി ദേവദൂതനാണ്. ഫരിസ്ത ദേവദൂതൻ. ഷെല്ലി ഉസ്നെ ദുനിയാ കോ ഏക് നയാ സന്ദേശ് ദിയ. ഷെല്ലി നമ്മുടെ ലോകത്തിന് ഒരു പുതിയ സന്ദേശം കൊടുത്തു. ഇവിടെ രാമേശ്വർ പ്രസാദ് എല്ലാവരുടെയും ആരൊക്കെയാണോ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തികളെയൊക്കെ രാമേശ്വർ പ്രസാദ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. സബ് ലോഗോं के अपने अपने व्यक्तियों को वो समर्थन करते हैं, बुरा नहीं कहता है. चिरौंजी चाय का एक प्याला रामेश्वर के सामने रखकर चला जाता है. അവിടെ ചിരോഞ്ചി വന്നിട്ട് ഒരു ചായയുടെ കപ്പ് അവിടെ വെച്ചിട്ട്, അതായത് രാമേശ്വർ പ്രസാദിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പോകുന്നു. രാമേശ്വർ പ്രസാദ് के सामने एक चाय का प्याला रख कर जाता है. तब രാമേശ്വർ പ്രസാദ് ചായ പീത്തെ हुए, ചായ കുടിച്ചുകൊണ്ട് രാമേശ്വർ പ്രസാദ് പറയുകയാണ്, ये लोग दानव मानव समाज में दानव ही मान पा सकते हैं. ഇവരെല്ലാം ദാനവായിരുന്നു, ഈശ്വരന് സമാനമായിരുന്നു. മാനവ് സമാജ് മേ ദാനവ് ഹി മാൻ പാ സക്തേ ഹെ. ഈ മനുഷ്യ സമൂഹത്തിൽ ദാനവിനാണ് പ്രാധാന്യം, മാന്യത കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ ഈശ്വരനാണ്, അല്ലെങ്കിൽ ഈശ്വരന് സമാനമാണ് എന്നാണ് പറയുന്നത്. തബ് അഹമ്മദ് कहते हैं रामेश्वर से आप शायद शायर हैं. ये सब सुनकर अहमद उनसे कहते हैं रामेश्वर से कि താങ്കളൊരു കവിയാണ്. आप पोएट हैं, आप कवि हैं शायद. तब रामेश्वर प्रसाद कहते हैं जी हाँ मैं कलाकार हूँ. അതെ ഞാനൊരു കലാകാരനാണ്. ശർമ്മ ജി आपने कौन कौन पुस्तकें लिखी हैं? താങ്കൾ എന്തൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? क्या क्या पुस्तकें लिखी हैं? तब रामेश्वर प्रसाद कहते हैं अभी नहीं लिखी, लिखने वाला हूँ. अभी तो मैं लिखने के लिए मसाला ढूंढ रहा हूँ. रामेश्वर प्रसाद कहता है कि अभी मैं नहीं लिखा, मैं लिखने वाला हूँ. मैं अभी लिखने के लिए मसाला ढूंढ रहा हूँ. ചായ പീത്ത है. ഞാനിപ്പോൾ എഴുതുന്നില്ല, ഞാൻ എഴുതും. ഇപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള മസാല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചായ കുടിക്കുന്നു. शंकर वैसे आपका पेशा क्या है? शंकर पूछता है कि उनका जॉब क्या है, എന്താണ് ജോലി? രാമേശ്വർ പ്രസാദ് പറയുന്നു मेरा पेशा क्या है? क्या आप ये पूछना चाहते हैं कि रोज़ी कमाने के लिए मैं क्या करता हूँ? എൻ്റെ ജോലി എന്താണെന്നല്ലേ താങ്കൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതല്ലേ ഞാൻ ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമ്പാദിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലേ? मैं कमाने के लिए रोज़ क्या करता है यही आपने पूछा. ചായ പീത്ത है, സർ ഉठाकर हंसता है. ചായ കുടിച്ചുകൊണ്ട് തല ഉയർത്തി ചിരിക്കുന്നു രാമേശ്വർ പ്രസാദ്. ഹാ 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 ബഡാ മസേദാർ സവാൽ ഹെ. വളരെ രസകരമായ ചോദ്യമാണ്. तो जनाब इस सवाल का जवाब यह है कि मैं सब कुछ करता हूँ. സാറേ ജനാബ്, നിങ്ങളുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഞാൻ എല്ലാം ചെയ്യുന്നു, അതുപോലെ തന്നെ ഒന്നും ചെയ്യുന്നുമില്ല. और कुछ भी नहीं करता. मैं सब कुछ करता हूँ और कुछ भी नहीं करता. आपका सवाल का जवाब ये है, मैं घूमता हूँ, मौज करता हूँ और यही घूमना मौज करना ज़िंदगी है. रामेश्वर प्रसाद के राय से उनका काम ये है, पेशा ये है कि वो घूमता हूँ. ഈ ലോകം മൊത്തം സഞ്ചരിക്കുന്ന ആളാണ്. മൗജ് കർത്താ ഹും. മൗജ് കാ മത്ലബ് ആനന്ദം. ഞാൻ
ആനന്ദിക്കുന്നു. ഒരു യഹി ഗൂംന മോജ് കർണ ജിന്ദഗി, ഈ കറങ്ങി നടക്കലും അല്ലെങ്കിൽ ലോകം മൊത്തം ചുറ്റുന്നതും അതുപോലെ ആനന്ദം നേടുന്നതും ആണ് ജീവിതം. യഹി ഹെ ജിന്ദഗി, മौज करना और घूमना. मैं लोगों को देखता हूँ, उन्हें समझता हूँ और उसके बाद ഞാൻ ജനങ്ങളെ കാണുന്നു, അവരെ മനസ്സിലാക്കുന്നു. അതിനുശേഷം उसके बाद की बात ना कोई जानता ना कोई जान सकता है. ആ കാര്യം, അതിനുശേഷമുള്ള കാര്യം, ആളുകളെ കാണുന്നു, ആളുകളെ മനസ്സിലാക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു, ആനന്ദമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതിനുശേഷം ഉള്ള കാര്യം ആർക്കും അറിയില്ല, ആർക്കും അറിയാനും സാധിക്കില്ല. ഉസ്കെ ബാദ് बात ना कोई जानता ना कोई जान सकता. उसके बाद की बात ना कोई जानता ना कोई जान सकता है. यही है रामेश्वर प्रसाद का जवाब. उनका पेशा पूछने पर वो जवाब दिया. चाय ख़त्म कर देता है और चाय पीकर वो ख़त्म कर देता है. तो ഭ്രാന്ത് कहता है, आप अजीब तरह के आदमी हैं. താങ്കൾ ഒരു വിചിത്രമായ ഒരു മനുഷ്യനാണ്. रामेश्वर प्रसाद, जी हाँ, मैं अजीब तरह के आदमी हूँ, लेकिन दुनिया में ये ज़रूरी है कि हर एक आदमी अजीब तरह का हो. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു വിചിത്ര മനുഷ്യനാണ്. मैं एक अजीब आदमी हूँ, लेकिन दुनिया में ये ज़रूरी है कि हर एक आदमी अजीब तरह का हो. പക്ഷേ ഈ ലോകത്ത് അത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും, ഓരോരുത്തരും ഒരു വിചിത്ര മനുഷ്യനായിരിക്കണം. सब लोग अजीब तरह का होना चाहिए. दुनिया में ये ज़रूरी है कि अजीब तरह का आदमी बना जाए, और जो अजीब तरह का आदमी नहीं बन सकता वो दुनिया में बढ़ भी नहीं सकता. रामेश्वर प्रसाद का राय में अजीब व्यक्ति बनना है दुनिया में, नहीं तो दुनिया में बढ़ भी नहीं सकता. ആർക്കാണോ ഒരു വിചിത്ര മനുഷ്യൻ, ഒരു വ്യത്യസ്ത മനുഷ്യനാകാൻ സാധിക്കാത്തത്, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് രാമേശ്വർ പ്രസാദ് പറയുന്നത്. സംജേ ഉഡ്താ ഹെ ചൽക്കർ അഹമ്മദ് കെ പീച്ചെ കടാ ഹോത്താ ഹെ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നു, എന്നിട്ട് അഹമ്മദിന് പിന്നിലായിട്ട് നിൽക്കുന്നു. आप लोग जिन जिन लोगों के नाम ले रहे थे वे सब अजीब तरह के आदमी थे. നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറയുന്ന സമയത്ത് അതൊക്കെ, ആ വ്യക്തികളൊക്കെ വ്യത്യസ്തരായ വിചിത്രമായ മനുഷ്യരായിരുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്. ചൽക്കർ മിസ്റ്റർ വർമ്മ കെ പാസ് റുക്താ ഹെ. അങ്ങനെ അഹമ്മദിൻ്റെ പിന്നിൽ നിന്ന് ഇത് പറഞ്ഞതിന് ശേഷം നേരെ മിസ്റ്റർ വർമ്മയുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ നിൽക്കുന്നു. और आप लोग चूँकि अजीब तरह के आदमी नहीं हैं, इसलिए इन लोगों की तारीफ़ करते हैं. और कहता है कि आप लोग अजीब तरह के आदमी नहीं हैं, इसलिए इन लोगों की तारीफ़ करते हैं. നിങ്ങൾ ഇവരെ പുകഴ്ത്തി പറയുന്നതിന് കാരണം നിങ്ങൾ വ്യത്യസ്തരല്ല, അല്ലെങ്കിൽ വിചിത്ര വ്യക്തികളല്ല, അതുകൊണ്ടാണ്. इन लोगों पर लड़ने के लिए आमदा हो जाते हैं. നിങ്ങൾ ഇവരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പോരാടുന്നു, അല്ലെങ്കിൽ വാക്തർക്കത്തിൽ ഏർപ്പെടുന്നു. അതാണ് ആമാദ്. तैयार होना, लड़ने के लिए तैयार हो जाते हैं इनके तारीफ़ करके, क्योंकि आप लोग खुद अजीब व्यक्ति नहीं है, अजीब व्यक्तित्व नहीं है. इन लोगों पर आप लड़ते हैं, लेकिन मैं एक बात जानता हूँ, बड़ा वह है जो दुनिया को देने के बजाय उससे वसूल कर सके. रामेश्वर प्रसाद के अनुसार बड़ा व्यक्ति, सबसे बड़ा आदमी वह है जो दुनिया को देने के बजाय उसे वसूल कर सके. രാമേശ്വര പ്രസാദിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്, ഈ
രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് പകരം തന്നെ എന്തെങ്കിലുമൊക്കെ വസൂലാക്കുന്നത് ആരാണോ അദ്ദേഹമാണ് ഏറ്റവും വലിയ വ്യക്തി എന്നാണ് നമ്മുടെ രാമേശ്വർ പ്രസാദ് പറയുന്നത്. നിങ്ങൾ വാദിക്കുന്ന എല്ലാവരും വിശിഷ്ട സ്വഭാവമുള്ളവരാണ് എന്ന് രാമേശ്വർ പ്രസാദ് പറയുന്നു. നിങ്ങൾക്ക് വിശിഷ്ട സ്വഭാവമില്ലാത്തതിനാലാണ് നിങ്ങൾ അവരെയൊക്കെ പുകഴ്ത്തുന്നതെന്നും അയാൾ പറയുന്നു. ലോകത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതോടൊപ്പം അവിടുന്ന് എന്തെങ്കിലും എടുക്കുക കൂടി, വസൂലാക്കുക എന്ന് പറഞ്ഞാൽ എടുക്കുക കൂടി ചെയ്യണമെന്ന് അയാൾ അഭിപ്രായപ്പെടുന്നു. जो दुनिया को कुछ देने के बजाय उससे कुछ वसूल कर सके वही अजीब व्यक्ति है. शर्मा जी के पास खड़ा होता है. എന്നിട്ട് ശർമാജിയുടെ അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, इन सब लोगों ने दुनिया से वसूल ही किया है. दुनिया को दिया कुछ भी नहीं है. നിങ്ങൾ ഈ പറയുന്ന വ്യക്തികളെല്ലാവരും നമ്മുടെ ഈ ലോകത്തു നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിൽ നിന്ന്, ഈ ദേശത്തു നിന്ന് പലതും വസൂലാക്കിയിട്ടുണ്ട്, പലതും നേടിയിട്ടുണ്ട്. പക്ഷേ ദുനിയാക്കോ ദിയ കുച്ച് ബി നഹി, പക്ഷേ ലോകത്തിനൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് രാമേശ്വർ പ്രസാദ് പറയുന്നത്. എന്നിട്ട് നേരെ ശങ്കർ കെ പാസ് കടാ ഹോത്ത, എന്നിട്ട് നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ലേക്കിൻ മേ സമജ്താ ഹൂം കി വേ സബ്കെ സബ് മർ ഗയേ, പക്ഷേ ഞാൻ വിചാരിക്കുന്നു എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ഒരു ജോ മർ ഗയ വോ സമാപ്ത് ഹോ ഗയ, ആരാണോ മരിക്കുന്നത് അത് അവസാനിച്ചു, അയാളുടെ കഥ അവസാനിച്ചു. ബടാ വഹ് ജോ വസൂൽ കർ സക്കെ, റുപ്യ, പൈസ, ദീൻ, ഈമാൻ, सब कुछ आपसे छीन सके. रामेश्वर प्रसाद के अनुसार बड़ा व्यक्ति वह है जो रुपया, पैसा, दीन, ईमान सब कुछ आपसे छीन सके. നിങ്ങളുടെ അടുത്തു നിന്നൊക്കെ നേടിയെടുക്കാൻ, നിങ്ങളുടെ അടുത്തു നിന്നൊക്കെ തട്ടിയെടുക്കാൻ പറ്റുന്ന പൈസ ആയിക്കോട്ടെ, അഭിമാനമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നേടാൻ പറ്റുമെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ വ്യക്തി എന്നാണ് നമ്മുടെ രാമേശ്വർ പ്രസാദ് പറയുന്നത്. ഒരു ജോ മർഗയ വ കുച്ച് നഹീ വസൂൽ കർ സക്ത, ആരാണോ മരിച്ചു കഴിഞ്ഞത് ആ വ്യക്തിക്ക് ഒരിക്കലും മറ്റൊന്നും നേടിയെടുക്കാൻ അല്ലെങ്കിൽ വസൂലാക്കാൻ സാധിക്കില്ല. ആജ് ഉസ്കി കോയി അസ്തി നഹീ, आज उसकी कोई हस्ती नहीं, और जब उसको कोई हस्ती नहीं तब उसका नाम क्यों. ഇന്ന് ആ മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് ഇന്നൊരു അസ്തിത്വവുമില്ല. അസ്തിക മതലബ് അസ്തിത്വം. ഒരസ്തിത്വവുമില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തിനാണ് പേര്, പ്രശസ്തി എന്തിനാണ്? മരിച്ചു കഴിഞ്ഞവർക്ക് പേരും പ്രശസ്തിയും കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് രാമേശ്വർ പ്രസാദ് ചോദിക്കുന്നു. गजाते के सामने एक कन्नी फेंकता है और फिर दरवाजे और मेज़ के बीच खड़ा होता है. അങ്ങനെ ഓരോരുത്തരുടെയും അടുത്ത് നിന്നിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. एक एक व्यक्ति के इसमें जो भी कथापात्र हैं सब लोगों के पास खड़े होकर हमारे ये रामेश्वर प्रसाद बात करते हैं. और सीधा गजाती के सामने एक कन्नी फेंकता है, फिर दरवाजे और मेज़ के बीच खड़ा होता है. അങ്ങനെ ഗജാത്തിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു എക്കന്നി ഫെങ്ക്ത. എക്കന്നി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു നാണയമാണ്. ആ നാണയം എറിയുന്നു. എന്നിട്ട് ദർവാസി ഒരു മേസ്കി പിച്ച് കടാവത്ത, ഡോറിൻ്റെയും ടേബിളിൻ്റെയും ഇടയിലായിട്ട് നിൽക്കുന്നു. और इसी से जनाब मैं ये कह सकता हूँ कि आप सब गलती करते हैं. സാർമാരെ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ്. आप लोग सब गलती करते हैं. ഷെല്ലി, നെപ്പോളിയൻ, ഗാന്ധി, ലെനിൻ, ये सब के सब नाम है, केवल नाम. ഈ ഷെല്ലി, നെപ്പോളിയൻ, ഗാന്ധി, ലെനിൻ എന്നൊക്കെ പറയുന്നത്
വെറും നാമങ്ങൾ മാത്രമാണ്, വെറും പേരുകൾ മാത്രമാണ്. ഇൻ സബോം സെ ബഡ കഹി ബഡ മേ ഹോ. ഈ വലിയവരെക്കാളും എത്രയോ വലുതാണ് ഞാൻ. जिनके नाम आप बोल रहे थे, जिनको आप लोग समर्थन कर रहे थे, उनसे भी बड़ा मैं हूँ, रामेश्वर प्रसाद ने बोला. अभी आप लोगों पर ये साबित हो जाएगा. अच्छा दोस्तों, സലാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് തെളിയും ആരാണ് വലുതെന്ന് കാര്യം. ശരി സുഹൃത്തുക്കളെ, സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ആരാം വലുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ജാത്താ ഹെ शंकर, मैं तो समझता हूँ इसका दिमाग खराब हो गया है. ये सब सुनकर शंकर बोलता है कि उनको पागल है. അദ്ദേഹത്തിന് വട്ടാണ്, തലയ്ക്കെന്തോ സുഖമില്ല എന്ന് ശങ്കർ പറയുന്നു. തബ് അഹമ്മദ് कहता है हंसता हुआ, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ബഹുരൂപിയാത്ത, ബഹുരൂപിയ का मतलब अनेक രൂപവും വാല, ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക്. മിസ്റ്റർ വർമ്മ മഗ്രൂർ ലൗണ്ട, അതുപോലെ ശർമാജി വഹ ഹമാരി ദയാ കാ പാത്ര. ഓരോരുത്തരും ഓരോ രാമേശ്വർ പ്രസാദിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. ലൗണ്ട ഹെ എന്ന് മിസ്റ്റർ വർമ്മ പറയുന്നു. ശർമാജി कहता है वह हमारी दया का पात्र है. അദ്ദേഹത്തിനോട് ദയ തോന്നുന്നു. നമ്മുടെ ദയയുടെ ദയ ആഗ്രഹിക്കുന്ന, ഒരു ദയ തോന്നുന്ന, അല്ലെങ്കിൽ പാവം എന്നുള്ള രീതിയിലാണ് ശർമാജി എന്ന് പറയുന്നത്. റാധെ ലേക്കിൻ ബോൽത്ത ഖൂബ് ത, പക്ഷേ ഒരുപാട് നന്നായിട്ട് സംസാരിച്ചു. ശങ്കർ, ചലോ ജി രാധേ, അബി ഹമാര മാമല തൈ നഹി ഹുവ. അങ്ങനെ വീണ്ടും ശങ്കർ രാധയോട് പറയുന്നു, നമ്മുടെ കേസ് തീർന്നിട്ടില്ല. शंकर उठता है और राधे भी उठता है. दोनों अपनी जेबों में हाथ डालते हैं और निकाल लेते हैं. അങ്ങനെ ശങ്കർ എഴുന്നേൽക്കുന്നു. തൻ്റെ ഓരോരുത്തരുടെയും പോക്കറ്റ് കൈയിടുന്നു, എന്നിട്ട് എന്തോ എടുക്കുന്നു. सब लोग अपने जेब में हाथ डालते हैं और निकाल देते हैं. शंकर, मेरा പേഴ്സ് गायब है. ശങ്കർ പറയുന്നു, എൻ്റെ പേഴ്സ് കാണുന്നില്ല. രാധെ, മേരി തോ ജേബ് ഹി ഗായബ്, എൻ്റെ പോക്കറ്റ് പോലും കാണുന്നില്ല എന്ന് രാധെ. കുർത്തേക്ക് ജേബ് ദിക്കാത്ത ഹെ. മിസ്റ്റർ വർമ്മ एक के बाद एक अपनी जेब, सब जेब देखते हैं और एक हफ्ते बाद आज 5 रुपये का नोट मिला था, वह भी उड़ गया. മിസ്റ്റർ വർമ്മ പറയുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് ഒരു 5 രൂപ നോട്ട് കിട്ടിയത്, അതും പോയി. आज एक 5 रुपये का नोट मिला था, वो भी उड़ गया. शर्मा, मेरा झोला कहाँ गया, എൻ്റെ സഞ്ചി എവിടെ പോയി? झोला का मतलब है സഞ്ചി. आज ही 50 रुपये ചന്തേ के लाया था. ഞാൻ ഇന്ന് 50 രൂപ ചന്തയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. മാർക്കറ്റ് ജാനെ के लिए मैं लाया था, उसमें पड़े थे. അത് ആ സഞ്ചിയിലായിരുന്നു. वो झोला में थे वो 50 रुपये. तब अहमद कहते हैं, मेरी जेब से रुपये कहाँ गए. അഹമ്മദിനും അതുപോലെ തന്നെ പോക്കറ്റിൽ വെച്ചിരുന്ന പൈസ കാണുന്നില്ല. उनका भी पैसा गायब हो गए. सब एक दूसरे का मुंह देखते हैं, सब लोग अपने आप को देखते हैं. तब गजाती साहब ने सीखनी उठाकर, वो इकनी जो है वो रामेश्वर प्रसाद ने दिया था, वो उठाकर कहते हैं, कैश बॉक्स भी नदारत, എൻ്റെ ക്യാഷ് ബോക്സും കാലിയായി.
നദാരത് എന്ന് പറഞ്ഞാൽ കാലി, ഗായബ്. दोस्तों मेरी राय है कि वो सांप वाकई सबसे बड़े आदमी थे. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായമാണ് कि वो सांप ആസാർ वाकई सबसे बड़े आदमी थे. ആ വ്യക്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മി എന്ന് നമ്മുടെ ഗജാത്തി പറയുന്നു. അതായത് അവിടെ നിന്ന് നമ്മുടെ കഥാപാത്രങ്ങളുടെ എല്ലാം പോക്കറ്റ് അടിച്ചുകൊണ്ടാണ് നമ്മുടെ രാമേശ്വർ പ്രസാദ് അവിടെ നിന്ന് പോയത്. ആർക്കും അറിയാത്തൊരു വ്യക്തിയാണ്. അവരെല്ലാവരെയും പൊക്കി പറഞ്ഞുകൊണ്ട് വളരെ രീതിയിൽ സംസാരിച്ചു കൊണ്ട് അവരതിൽ മുഴുകിപ്പോകുന്നു എല്ലാവരും. അതിനിടയിൽ ഓരോരുത്തരുടെയും അടുത്ത് പോയിട്ടാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ എല്ലാവരുടെയും പോക്കറ്റ് അടിച്ചുകൊണ്ടാണ് നമ്മുടെ രാമേശ്വർ പ്രസാദ് പോയത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണ് സബ്സെ ബഡ ആദ്മി എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ എന്ന്. അതുപോലെ തന്നെ സത്യമായി ഗജാത്തി പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് സബ്സെ ബഡ ആദ്മി എന്ന് പറഞ്ഞുകൊണ്ട് കർട്ടൻ താഴുന്നു. പട്ടാക്ഷേപ്. सब लोगों के जेब से पैसा चुरा कर वो चला गया है. रामेश्वर प्रसाद ने सब लोगों के पास खड़े होकर वो बात किया था और अच्छे अच्छे संदेश भी दिया था कि बड़ा वो है जो दुनिया को देने के बजाय उसे वसूल कर सके, और जो वसूल कर सके रुपया पैसा दीन ईमान सब कुछ आपसे छीन सके, वही सबसे बड़ा आदमी है. जो मर गया उनका सब कुछ समाप्त हो गया. ये सब कहकर वो सब लोगों के जेब लूटा. तो इस पहाड़ बाग से हम यही समझना चाहिए कि आप लोग या हम अपने आप पर विश्वास रखना चाहिए. जो बीत गया उसे छोड़ना चाहिए. यानी दूसरों का गुण दोष ये बात करने से कोई फ़ायदा नहीं है. अगर आप अपने आप को बड़े आदमी बनना है तो अपने आप पर विश्वास रखना चाहिए. समय बर्बाद नहीं करना चाहिए. जिस प्रकार रामेश्वर प्रसाद ने किया उसी प्रकार नहीं करना चाहिए. वो तो एकांगी है. एकांगी में एक पात्र है. सब लोग अपने समय बर्बाद कर रहे थे तो उनके लिए एक सज़ा मिला है यहाँ. ഈ ഒരു ഏകാംഗിയിലൂടെ നമുക്ക് ലേഖകൻ പറഞ്ഞു തരുന്നത്, നമ്മൾ സമയം ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. നമ്മളിൽ തന്നെ വിശ്വസിക്കണം. മറ്റുള്ളവരെ പുകഴ്ത്തി പറഞ്ഞ് നമ്മൾ സമയം നശിപ്പിക്കാൻ പാടില്ല. വലിയ വലിയ വ്യക്തിത്വങ്ങൾ അവരെപ്പോഴും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകും. പക്ഷേ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ ഒരു ഏകാംഗ നാടകത്തിലൂടെ लेखकन നമുക്ക് പറഞ്ഞു തരുന്ന संदेशम. आशा करता हूँ कि आप लोगों को समझ में आया है. धन्यवाद.